നമസ്കാരം. 21 കൊല്ലം നീണ്ടു നിന്ന ചർച്ചകൾക്കും വിവിധ പ്രതിസന്ധികൾക്കും ഒടുവിലാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യക്ക് കൈമാറാനുള്ള കരാറിൽ കഴിഞ്ഞ മെയ് 13-ാം തീയതിയാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത്. അതിന് തൊട്ട് പിന്നാലെ നിരവധി വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം അത് ഇന്ത്യക്ക് കൂടി ബാധകമായേക്കാം എന്ന തരത്തിൽ പോലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പുതിയ കരാറിലൂടെ മറ്റൊരു രാഷ്ട്രീയ അധ്യായം തന്നെയാണ് ഇന്ത്യ രചിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് നിന്നും വെറും 140 കിലോമീറ്റർ മാത്രം അകലെയാണ് ചാബഹാർ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നിരീക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറെ സഹായകമാകാൻ പോകുന്ന കാര്യമാണ്. ഈ 80കളിൽ ഇറാൻ ഇറാഖ് യുദ്ധ സമയത്താണ് ചബഹാർ തുറമുഖത്തിന്റെ സാധ്യത അത് ഇറാൻ തന്നെ തിരിച്ചറിയുന്നത്. അതുവരെ പേർഷ്യൻ തുറമുഖങ്ങളെ ആയിരുന്നു ഇറാൻ എല്ലാവിധ ചരക്ക് നീക്കങ്ങൾക്കും വേണ്ടി ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഈ തുറമുഖങ്ങളിൽ ഇറാഖ് വ്യോമസേനയ്ക്ക് എളുപ്പത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാൻ ചരക്ക് നീക്കം പിന്നീട് ചബഹാർ തുറമുഖം വഴി ആക്കിയത്. ചബഹാറിൽ ഇന്ത്യയെ കൂടി പങ്കാളിയാക്കാനുള്ള ആലോചനകൾ ഇറാൻ തുടങ്ങുന്നത് 2002-ലാണ്. അതിന് ചില വ്യക്തമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം 90കളിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ വരവോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ലോകത്തിന് മുന്നിൽ തുറന്ന ഇന്ത്യ പുതിയ വ്യാപാര സാധ്യതകൾ തേടുന്ന ഒരു സമയമായിരുന്നു അത്. അഫ്ഗാനിസ്ഥാനുമായി നേരിട്ട് വ്യാപാരം നടത്തുന്നതിൽ പാകിസ്ഥാൻ വലിയ വിലങ്ങുതടിയായി ഇന്ത്യക്ക് മുന്നിൽ നിന്ന ഒരു സമയം കൂടിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും ഒക്കെ ചരക്കെത്തിക്കാൻ ഇന്ത്യക്ക് എളുപ്പമുള്ള മാർഗം അത് പാകിസ്ഥാനിലൂടെയായിരുന്നു. എന്നാൽ ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുതയെ തുടർന്ന് ഇന്ത്യൻ ട്രക്കുകൾ തങ്ങളുടെ റോഡുകളും ഇന്ത്യൻ കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളും ഉപയോഗിക്കുന്നതിന് പാകിസ്ഥാൻ ഒരു വിലക്ക് ഏർപ്പെടുത്തി. അതോടുകൂടി ഇന്ത്യ വ്യാപാര രംഗത്ത് വലിയ പ്രതിരോധത്തിലായി. മറുവശത്ത് ആണവ പരീക്ഷണത്തെ ചൊല്ലിയുള്ള UN-ന്റെ ഉപരോധവും സുന്നി ഭീകരർക്ക് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാന്റെ സമീപനവുമൊക്കെ ഇറാനെയും വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒക്കെ ചരക്ക് നീക്കം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ചബഹാർ തുറമുഖം അത് അന്നു മുതൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. ഈ ചബഹാറിൽ ഇന്ത്യയും ഇറാനും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ചൈനയുടെ ഒരു കടന്നുകയറ്റം. ഇന്ത്യയും ഇറാനും തമ്മിൽ ഈ ഒരു കരാർ അത് വളരെ ഫലപ്രദമായി തന്നെ നടപ്പിലാക്കണമെങ്കിൽ ഇതിൽ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാന്റെ കൂടി സഹകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം അവർ പാകിസ്ഥാനുമായി അത്ര രസത്തിലല്ല. പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന തീവ്രവാദി ആക്രമണങ്ങളുടെ പേരിലൊക്കെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അടുപ്പം അല്ലെങ്കിൽ ഈ ഒരു പുതിയ കൂട്ടുകെട്ട് അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത്. മധ്യ ഏഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നയതന്ത്ര സമവാക്യങ്ങളെ ഒക്കെ പൊളിച്ചെഴുതാനുള്ള ഒരു കരുത്ത് ഈ ഒരു മൂവർ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉപരോധ ഭീഷണിയുമായി മുന്നോട്ട് വന്നതും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ കരാറിനെ വളരെ വിശദമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.